എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. പല ടീച്ചേഴ്സും പറയുന്ന ഒരു പരാതിയാണ്, കുട്ടി 2ാം ക്ലാസ്സിൽ എത്തിയെങ്കിലും കുട്ടിക്ക് UKG സ്റ്റാൻഡേർഡ് പോലും ഇല്ല. എന്ന് വെച്ചാൽ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്നർത്ഥം. അതായത് കുട്ടിക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല, വേണ്ട പോലെ നല്ലതുപോലെ വായിക്കാൻ കഴിയുന്നില്ല. 2ാം ക്ലാസ്സിലാണെങ്കിൽ വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിക്കാനുമുണ്ട്. കുട്ടിക്ക് പ്രീവിയസ് നോളജ് തീരെ ഇല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ച് 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്നല്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാകും. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി പഠിത്തത്തിൽ മറ്റു കുട്ടികളെക്കാൾ വളരെ പിന്നോക്കമാണെങ്കിൽ ആ കുട്ടിയെ മറ്റു കുട്ടികളെ പോലെ അവരുടെ അതേ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും? ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടിയാണോ ശ്രദ്ധിക്കേണ്ടത്, അല്ല മറ്റു കുട്ടികളെയാണോ ശ്രദ്ധിക്കേണ്ടത്? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ NCERTയും SCERTയും ചേർന്ന് ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെമഡിയൽ ടീച്ചിങ്. ഈ റെമഡിയൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രത്യേക സമയം കണ്ടെത്തണം. ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ക്ലാസ് എടുക്കണം. അതിനു വേണ്ടിയിട്ട് ടീച്ചർമാർ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോ അസംബ്ലി സമയത്ത് ടീച്ചർമാർ ആ കുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഒരു 10-15 മിനിറ്റ്. അങ്ങനെ നിങ്ങൾ ടീച്ചർമാർ തന്നെ സമയം കണ്ടെത്തി ആ കുട്ടിയെ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ പഠിപ്പിച്ച് സെന്റൻസിലേക്ക് എത്തിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഒരു ടീച്ചർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം നടക്കുമോ? ഇല്ല. ആ കുട്ടിയെ പഠിപ്പിക്കുന്ന മറ്റ് സബ്ജക്ട് ടീച്ചേഴ്സിന്റെ കൂടി ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടണം. ഇതുകൂടാതെ നിങ്ങൾ പേരൻസിന്റെ ഹെൽപ്പ് കൂടി തേടണം. പേരൻസ് കൂടി കാര്യങ്ങൾ അറിയണം. ആ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നോട്ടേക്ക് പോയത്, എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പേരൻസിന് കഴിയും. അപ്പോ നിങ്ങൾ ടീച്ചർമാർ പേരൻസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ടൈമും ടൈം ടേബിളും ഒക്കെ അവരുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കണം. കുട്ടിക്ക് ഒരിക്കലും ഓവർ ബേർഡൻ കൊടുക്കരുത്. അതേസമയം വീട്ടിൽ വെച്ച് പേരൻസും കൂടി കുട്ടിയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ടീച്ചർമാർ ഡെയിലി പേരൻസിനോട് കുട്ടിയെ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതേസമയം ഈ കുട്ടിയുടെ ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഇതേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരോടും കൂടി പറയാ, അനുജനെ അല്ലെങ്കിൽ അനുജത്തിയെ മറ്റുള്ള കുട്ടികളുടെ അതേ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം കൂടി മോനി അല്ലെങ്കിൽ മോൾക്ക് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ഈ ബ്രദറോടും സിസ്റ്ററോടും കൂടി നമ്മൾ ടീച്ചേഴ്സ് പറയണം. അപ്പോ തന്റെ അനുജനെ അല്ലെങ്കിൽ അനുജത്തിയെ മറ്റു കുട്ടികളുടെ അതേ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഈ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. അപ്പൊ അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാവും. അതുപോലെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വർക്ക് ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടത്താവുന്ന കാര്യങ്ങളല്ല. വളരെ ക്ഷമയോടുകൂടി ദിവസവും ചെയ്താൽ മാത്രമേ സക്സസ് ആവുകയുള്ളൂ. എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോ പഠിക്കാൻ പിന്നോക്കമുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ടീച്ചർമാർ ഈ ഒരു രീതിയിലൊക്കെ എഫേർട്ട് എടുക്കണം. എല്ലാ ടീച്ചർമാരും ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.